കൊട്ടോസാ, ഈ കറുമ്പനെ കണ്ടത് ഇരുട്ടത്താണെങ്കിൽ നമ്മൾ പേടിച്ചു പോയേനെ. ഇരുട്ടത്തിയാളെ കണ്ടാലല്ലേ? എല്ലു കൊണ്ടുവന്ന ഇയാൾ കാമറൂൺകാരനാ. കാമറൂണിൽ വിമാനമിറക്കാം. കാമറൂൺ പ്രസിഡന്റിനോട് ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. എന്നെ വെറുതെ വിടണേ, എനിക്കൊന്നും അറിയില്ലേ. കാമറൂണിൽ ഒരു അപ്പൂപ്പനെ എനിക്ക് എല്ലു തന്നത്. നമ്മുടെ ബാഗിനെന്താ ഒരു ഇളക്കം? വിമാനം ഗട്ടറിൽ ചാടിയതുപോലെ. വാട്ട് ഈസ് ദിസ്? ഹു ഈസ് ദിസ്? ടൈഗർ, ടൈഗർ, വിമാനം ഇടിച്ചിറക്ക് വേഗം. ഇവന്മാരെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഷേരു വിട്ടോ. ചേടാ, ഇവന്മാരെ പെർഫ്യൂം അടിച്ചത് വെറുതെ അല്ല, മണം കിട്ടാഞ്ഞത്. ചുപ് രഹോ. ഒരു ഡിറ്റക്റ്റീവ് ആകാനല്ല, ഒരു നായയാകാൻ പോലും നിനക്ക് യോഗ്യതയില്ല. മണം കിട്ടിയില്ല പോലും. യു ആർ ഡിസ്മിസ്ഡ്. ഓക്കെ, അസിസ്റ്റന്റ് പണിയിൽ എനിക്കും വലിയ താല്പര്യമില്ല. ഗുഡ് ബൈ. ഹലോ, അതെ. എന്താ തിരിച്ചു പോന്നത്? ആഫ്രിക്കയിൽ ഒരു ഇന്ത്യൻ നായക്ക് എന്ത് പണി കിട്ടുമെന്ന് ഓർത്തു കാണും. അല്ലല്ല, ഒരു സംശയം തീർക്കാൻ വന്നതാ. നമ്മൾ എത്തിയത് ആഫ്രിക്കയിൽ തന്നെയാണോ അതോ ജുറാസിക് പാർക്കിലോ? ദാ ആ വരുന്ന ചങ്ങാതിയെ കണ്ടോ? മൈ ഗോഡ്. LP സ്കൂളുകളിലൊക്കെ പഠിച്ചതൊക്കെ തെറ്റാണോ എന്നൊരു സംശയം. കരയിലെ ഏറ്റവും വലിയ ജീവി ആഫ്രിക്കൻ ആനയല്ലേ? ഇപ്പോഴിതാ ആ ആനയെ ഒരു പല്ലിയിട്ട് ഓടിക്കുന്നു. എടുക്കുതുമ്പാ തോക്ക്. സോറി, മയക്കുവെടി വെക്കുന്ന തോക്ക് മാത്രമേ എടുത്തുള്ളൂ, മറ്റേത് മറന്നു. ഫൂൾ. മയക്കുവെടിയെങ്കിൽ മയക്കുവെടി. ആ, മയങ്ങി. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ആനയെപ്പോലൊരു പല്ലി ആഫ്രിക്കയിൽ. ജമ്പൻ പല്ലിക്ക് ചുറ്റും നടന്ന് വിശദമായി പരിശോധന നടത്തി. പെട്ടെന്ന് തുമ്പ്. സാധാരണ ജമ്പ് പറയാറാ പതിവ്. ഈ പല്ലിയുടെ മുതുകിൽ ചുവന്ന അടയാളം കണ്ടോ? ഇത് മറ്റെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓർമ്മശക്തിയിൽ തുമ്പന്റെ മുമ്പിൽ ഐൻസ്റ്റീൻ മാത്രം കണ്ടിട്ടുണ്ട്. ആ എല്ലിൽ. യെസ്, 7 അടി നീളമുള്ള എല്ല്, 10 അടി നീളമുള്ള പല്ലി.